ഇരയോടൊപ്പം നിൽക്കുന്നു എന്ന് നടിക്കുക, എന്നാൽ വേട്ടക്കാരനോടൊപ്പം നിൽക്കുക. അണിയറയിൽ വേട്ടക്കാരനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക. അത് പ്രോസിക്യൂഷനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ അങ്ങനെ, പ്രാഥമിക ഘട്ടത്തിലുള്ള തെളിവുകൾ അട്ടിമറിക്കുന്ന കാര്യത്തിലാണെങ്കിൽ അങ്ങനെ, ഒരു രേഖ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഓപ്പൺ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ, ഇങ്ങനെ നിർണായകമായ പല സംഭവങ്ങളും ഇതിൽ നടന്നിട്ടുണ്ട്. പണ്ടൊരു കേസ് ഉണ്ടായിരുന്നു കേരളത്തിൽ, മിസ്റ്റർ ആന്റണി രാജുവിന്റെ ഒരു കേസ്. ആ കേസിൽ തൊണ്ടി മുതൽ എന്ന് പറയുന്നത് ഒരു അടിവസ്ത്രമായിരുന്നു. അപ്പോൾ ഒരു വിദേശിയുടെ അടിവസ്ത്രത്തിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചു എന്നുള്ള കേരളം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിൽ എന്ത് ചെയ്തു? തൊണ്ടി മുതൽ അങ്ങോട്ട് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിന് യോജിക്കാത്ത ഒരു അടിവസ്ത്രം അങ്ങോട്ട് വെച്ചു കൊടുത്തു. അപ്പൊ എന്തായി? കേസ് ദുർബലമായി പോയി. അപ്പൊ കേസിനെ എങ്ങനെ ദുർബലമാക്കണമെന്നും കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ എങ്ങനെ നിൽക്കണമെന്നും പിന്നീട് എന്തെല്ലാം നിലപാടുകൾ എടുക്കണമെന്നും ഒക്കെ തീരുമാനമെടുത്തിട്ടുള്ള ഒരു വലിയ മാഫിയ പ്രവർത്തനത്തിന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് നേതൃത്വം കൊടുക്കുന്നു. പിന്നെയോ എല്ലാം പെൺവേട്ടക്കാരല്ലേ കൂടെയുള്ളത്? സ്വന്തം പാർട്ടിയുടെ നേതാവിന്റെ മകളെ പീഡിപ്പിച്ചുവെന്ന് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്ത ഒരു മനുഷ്യനാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഉപദേശകൻ അല്ലെ? ഒരാൾ കണ്ണൂരിൽ നിന്ന് വന്നു, തിരുവനന്തപുരത്ത് ഉപദേശിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണോ കണ്ണൂരിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നത് ഉപദേശിയായിട്ട്? അത് പെൺവേട്ടക്കാരനാണ് എന്ന് തെളിഞ്ഞൊരു വ്യക്തിയാണ്. ഇപ്പോഴോ മിസ്റ്റർ ജയതിലകൻ, എത്ര പെൺകുട്ടികളുടെ പരാതി ഉണ്ടായിരുന്നു? ആ പരാതികളെല്ലാം അട്ടിമറിച്ചു കൊടുത്തില്ലേ? അങ്ങനെ ഒരാൾ കൂടെ നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ ഒരാളുണ്ടായിരുന്നല്ലോ, മിസ്റ്റർ ശിവശങ്കരൻ. എന്തായിരുന്നു? സ്വപ്ന സുരേഷ് പറഞ്ഞില്ലേ? അപ്പോ സ്ത്രീ പീഡകന്മാരുടെ, പെൺവേട്ടക്കാരുടെ നടുവിലിരുന്നു കൊണ്ട് കേരളത്തിലെ പെൺകുട്ടികളുടെ മാനം തകർക്കാൻ പരിശ്രമിക്കുകയും നട്ടല്ലില്ലാത്ത പ്രതിപക്ഷത്തിന്റെ നല്ല നടപ്പില്ലാത്തതുകൊണ്ട്. എന്താ നല്ല നടപ്പ്? ഇവിടെ ഇന്ന് കേരളത്തിൽ പ്രതിപക്ഷം ആർജവം കാണിക്കേണ്ട പല പോയിന്റുകളിലും അവർ ആഭ്യന്തര വകുപ്പിന് പരസ്യമായിട്ടല്ലെങ്കിലും രഹസ്യമായ സഹായം ചെയ്തു കൊടുക്കുകയാണ്. അതാണ് അടൂർ പ്രകാശിന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കാണത്. കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് മാത്രമല്ല, കോൺഗ്രസുകാർ മുഴുവൻ അത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുമ്പോ എന്നോട് ഇന്ന് ഇവിടേക്ക് പോരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെ എല്ലാ കേസും, പ്രധാനപ്പെട്ട ഒരാളെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരനല്ല, നിങ്ങളിങ്ങനെ എല്ലാ കേസും നിങ്ങളിങ്ങനെ പറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് കേരളത്തിൽ ജയിക്കണ്ടേ എന്നാണ് ചോദിച്ചത്. എന്താ അതിനർത്ഥം? ശോഭാ സുരേന്ദ്രന് ഭാവി കേരളത്തിൽ എവിടെയെങ്കിലും ജയിച്ച് MLA ആകണ്ടേ എന്നുള്ള ഒരു ചോദ്യം ഞാനത് കേട്ടപ്പോ ഹൃദയത്തില് വല്ലാത്തൊരു വേദനയാണ് ഉണ്ടായത്. അതായത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്ന് കരുതി പണമുള്ളവരുടെ കൂടെ നിൽക്കുക, ചാക്കിൽ പണവുമായി നടന്ന് ആക്രമിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ ഒരുക്കിയിട്ടുള്ള ആളുകളുടെ കൂടെ നിൽക്കുക, നട്ടല് പണയം വെക്കുക എന്ന് പറഞ്ഞാൽ അതിന് സൗകര്യമില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് എന്തും അനുഭവിക്കാം എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്തുള്ളത്. ഞങ്ങൾ അമ്മമാർക്കറിയണം, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഈ മുഖ്യമന്ത്രിയല്ലാതെ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തോ CPI-യിലോ അല്ലെങ്കിൽ ഇവരുടെ ഘടകകക്ഷികളിലോ ഏതെങ്കിലും ഒരാളുണ്ടോ? പെൺകുട്ടികളുടെ മാനത്തിന് വില പറയുമ്പോൾ ഞങ്ങൾ അവന്മാരെ പിടിക്കും, കൽത്തുറങ്കിൽ അടയ്ക്കും, കൃത്യമായി കേസെടുക്കും എന്ന് പറയാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പ് വെച്ചൊഴിയുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നല്ലത്. അല്ലെങ്കിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി ദേശീയ തലത്തിൽ സംഭവിച്ചതുപോലെ പടവലങ്ങ പോലെ ഉള്ളതുപോലും നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബദലല്ല കോൺഗ്രസിന്റെ കഴിവുകേട് കൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് കേരളത്തിൽ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തി. ഞാൻ പറയുന്നത്, എനിക്ക് സിനിമാ മേഖലയിലുള്ളവർക്ക് കൊമ്പുണ്ട് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, കലാകാരന്മാർ, അവർ ഈ നാടിന്റെ മുന്നേറ്റത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. കാരണം നിങ്ങളെല്ലാം അഭ്രപാളികളിൽ വരുമ്പോൾ, നിങ്ങൾക്കെല്ലാം കഷ്ടപ്പെട്ട് പാടത്ത് പണിയെടുക്കുന്നവനും റോഡിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വെയിലുകൊണ്ട് പണിയെടുക്കുന്നവനും ഒക്കെ സിനിമാ കൊട്ടകകളിൽ വന്ന് അവന്റെ പോക്കറ്റിലെ പണമെടുത്തുകൊണ്ട് ടിക്കറ്റ് എടുത്ത് സിനിമ കാണുമ്പോൾ നിങ്ങൾ ഈ സമൂഹത്തിന്റെ ഹൃദയമിടിപ്പ് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്നത്, നിങ്ങളുടെ നല്ല വേഷങ്ങൾ കാണുമ്പോൾ കൈയടിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി സന്തോഷിച്ചുകൊണ്ട് ആർപ്പു വിളിക്കുന്നത്, നിങ്ങൾ തെറ്റ് ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യില്ല എന്നുള്ള മിഥ്യാധാരണ ഒരു സിനിമാക്കാരനും വേണ്ട എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം മനുഷ്യർക്ക് വേണ്ടി,
വേദനിക്കപ്പെടുന്നവർക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി പ്രതികരണ ശേഷിയോടുകൂടി കല മനുഷ്യന്റെ നന്മയിലേക്ക് നയിക്കാനുള്ള പാതയാണ് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് കലാകാരന്മാർ നിന്നില്ലെങ്കിൽ നിങ്ങൾ ഭാവി കേരളത്തിൽ ഇതിന്റെ അനന്തരമായിട്ടുള്ള ഫലം അനുഭവവേദ്യമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്നലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ? അത് മിസ്റ്റർ രാജൻ പിണറായി വിജയനോട് ചോദിച്ചാൽ മതി. കണ്ണൂർക്കാരൻ ശ്രീമാൻ പിണറായി വിജയന് തിരുവനന്തപുരത്ത് വോട്ട് ചേർത്ത് വോട്ട് ചെയ്യാമെങ്കിൽ, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാരും വിവിധങ്ങളായിട്ടുള്ള ജില്ലകളിൽ നിന്ന് വന്ന് തിരുവനന്തപുരത്ത് തമ്പടിച്ച് MLA-യും മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ശ്രീമാൻ സുരേഷ് ഗോപിക്ക് നിലനിൽക്കുന്ന നിയമപ്രകാരം ഒരു വോട്ടല്ലേ ചെയ്തിട്ടുള്ളൂ, ഒരേ ഒരു വോട്ട്. അത് ഞാനിപ്പോ വിചാരിക്കുകയാണ്, അടുത്ത എന്റെ വോട്ട്, ഞാൻ ഇപ്പോ എന്റെ അമ്മ 94 വയസ്സായി, അപ്പൊ അമ്മയ്ക്ക് വോട്ട് ചെയ്യാനുള്ള നടക്കാനുള്ള ആരോഗ്യമുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് ഞാൻ മണലിത്രയിലേക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ താമസിക്കുന്നത് തൃശ്ശൂരിലാണ്. അപ്പൊ വോട്ട് മണലിത്രയിലെ തെക്കുംകര പഞ്ചായത്തിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റാത്തത് അമ്മയെ കൂടി വോട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത് എന്ന് വിചാരിക്കുക, വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോ ഞാൻ ആലപ്പുഴയിൽ വോട്ട് ചെയ്താൽ തെറ്റുണ്ടോ? ഞാനിപ്പോ തീരുമാനിച്ചു വന്നിരിക്കട്ടെ, അടുത്ത നിയമസഭയിൽ ഞാൻ ആലപ്പുഴ ജില്ലയിലാണ് വോട്ട് ചെയ്യുന്നതെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. ഈ മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ, കഴിഞ്ഞ കാലത്തെ കുറിച്ചാണ് പറയുന്നത്. അതിലിപ്പോ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയും കുടുംബവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് സ്ഥിരതാമസക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വോട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോ അദ്ദേഹം ഇവിടെ സ്ഥിരതാമസക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അങ്ങോട്ടേക്ക് വോട്ട് മാറ്റി. അപ്പൊ അത് ഒരു കൃത്രിമമായിരുന്നു എന്നുള്ളതാണ് ആരോപണമായിട്ട് പറയുന്നത്. ഇന്ന് രാവിലെ കൂടി കെ രാജന്റെ പ്രതികരണത്തിൽ അല്ല, ഇപ്പോ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് കേന്ദ്രമന്ത്രി ശ്രീമാൻ സുരേഷ് ഗോപി ഏത് ബൂത്തിൽ വോട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല. അതല്ല കേരളത്തിലെ ജനങ്ങളുടെ വിഷയം. ശ്രീമാൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായപ്പോ ആകമാനം കേരളത്തിന്റെ രാജ്യത്തിന്റെ മന്ത്രിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് ആ വോട്ടിംഗ് വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതിന് പകരം സ്വന്തം നാട്ടിൽ ഒരാൾ ഒരു കേസിൽ, വിഖ്യാതമായ കുപ്രസിദ്ധമായ ഒരു കേസിൽ വിധി പറഞ്ഞിട്ടുണ്ട്. ആ കേസില് മിസ്റ്റർ രാജന്റെയും വകുപ്പ് മന്ത്രിമാരുടെയും കൂട്ടുകാരൻ വീടിനകത്തിരുന്നു കൊണ്ട് പ്രത്യേകം എന്തെങ്കിലും വിധി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്ന് ആത്മപരിശോധന നടത്തിയാൽ അതായിരിക്കും കേരളത്തിലെ സ്ത്രീകൾക്ക് ഗുണകരം.